ഹായ്, നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽപിപ്പാണ്. നോർമലി നമ്മൾക്കറിയാം കാനഡയിൽ PR വേണ്ടി എഴുതുന്ന എക്സാമാണ്. റീസെൻ്റ് ആയിട്ട് എല്ലാ സ്റ്റുഡൻസും മിക്കവരും തന്നെ ഇപ്പോൾ സെൽപിപ്പാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ എല്ലാവരും തന്നെ അത് പാസ്സാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ IELTS പോലെ തന്നെ 4 മോഡ്യൂൾസാണ് സെൽപിപ്പിനുള്ളത്. ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിങ്ങും. അതിൽ സ്പീക്കിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്പീക്കിങ്ങിൽ ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവിംഗ് അഡ്വൈസ് ആണ്. ഫസ്റ്റ് വൺ ഗിവിംഗ് അഡ്വൈസ്, സെക്കൻഡ് വൺ ടോക്കിംഗ് അബൌട്ട് പേഴ്സണൽ എക്സ്പീരിയൻസ്, തേർഡ് വൺ എന്നാണ് ഡിസ്ക്രൈബിങ് എ സീൻ. അപ്പോൾ ഫസ്റ്റ് വൺ ഗിവിംഗ് അഡ്വൈസ്, സെക്കൻഡ് ടോക്കിംഗ് അബൌട്ട് പേഴ്സണൽ എക്സ്പീരിയൻസ്, തേർഡ് ഡിസ്ക്രൈബിങ് എ സീൻ. Fourth one making predictions. Fifth one comparing and persuading. Sixth one dealing with a difficult situation. പിന്നെ seventh one expressing opinions. Last one describing an unusual situation. Eighth one describing an unusual situation. ഇതൊക്കെയാണ് 8 ടാസ്ക് ഉള്ളത് സ്പീക്കിങ്ങിന്. ഒന്നും കൂടി: ഫസ്റ്റ് വൺ ഗിവിംഗ് അഡ്വൈസ്, സെക്കൻഡ് വൺ ടോക്കിംഗ് അബൌട്ട് പേഴ്സണൽ എക്സ്പീരിയൻസ്, third describing a scene, fourth making predictions, fifth one comparing and persuading, sixth one dealing with a difficult situation, seventh one expressing opinion, eighth one describing an unusual situation. ഇതൊക്കെയാണ് സ്പീക്കിങ്ങിൻ്റെ 8 ടാസ്കുകൾ സെൽപിപ്പിൽ. ഓക്കെ, ലിസ്ണിങ്ങിന് 6 പാർട്സ് ആണുള്ളത്. സെൽപിപ്പിൻ്റെ ലിസ്ണിങ്ങിന് 6 പാർട്സ് ആണുള്ളത്. First one, listening to a problem. Second, listening to a daily conversation. Third one, listening for information. Fourth one, listening to a news item. Fifth one, listening to a discussion. Last one, listening to a viewpoint. അപ്പോൾ 6 ടാസ്കുകളാണ് ലിസ്ണിംഗ് ഉള്ളത്. നെക്സ്റ്റ് വൺ ഡ്രാഫ്റ്റ്സ് ആണുള്ളത്. അതായത് റൈറ്റിംഗ് ആൻഡ് ഇമെയിലും റെസ്പോണ്ടിങ് ടു എ സർവേ ക്വസ്റ്റ്യൻ. അപ്പം 2 റൈറ്റിംഗ് ആൻഡ് ഇമെയിൽ, റെസ്പോണ്ടിങ് ടു എ സർവേ ക്വസ്റ്റ്യൻ, അങ്ങനെ 2 ടാസ്കുകളാണ് റൈറ്റിംഗ് ഉള്ളത്. നെക്സ്റ്റ് റീഡിങ്ങിന് 4 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ റീഡിംഗ് കറസ്പോണ്ടൻസ്. സെക്കൻഡ് വൺ റീഡിംഗ് ടു അപ്ലൈ എ ഡയഗ്രാം. Next, third one, reading for information, third one. Fourth one, reading for overview. ഇതാണ് റീഡിങ്ങിലെ 4 പാർട്സ്. ഇനി എല്ലാ പാർട്സിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ടിൽ ദെൻ, താങ്ക് യു.